ഹായ് മക്കളെ, തേർഡ് ചാപ്റ്റർ എങ്ങനെ പഠിച്ചു തുടങ്ങുന്ന കൺഫ്യൂസ്ഡ് ആയി നിൽക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്കുള്ള ഏറ്റവും ബെസ്റ്റ് വീഡിയോ ഇതായിരിക്കും. നിങ്ങൾ പൂർണ്ണമായിട്ട് കാണാം. ഞാൻ നിങ്ങൾക്കൊരു ഉറപ്പ് തരാം. കാരണം ഞാൻ കഴിഞ്ഞ 3 വർഷത്തെ ഓണപരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്തു. അതിൽ നിന്ന് എനിക്ക് വ്യക്തമായ കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. എനിക്ക് മനസ്സിലായ കാര്യം എന്ന് പറഞ്ഞാൽ ഓണപരീക്ഷയ്ക്ക് സെയിം ക്വസ്റ്റ്യൻസ് ആണ് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ റിപ്പീറ്റ് ചെയ്തത്. സോ ഈ ചോദ്യങ്ങൾ നിങ്ങൾ മസ്റ്റായിട്ട് പഠിക്കണം. നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഈ ചോദ്യങ്ങൾ കഴിഞ്ഞിട്ട് ശേഷം മാത്രം നിങ്ങൾ തേർഡ് ചാപ്റ്ററിൽ മറ്റേതൊരു ചോദ്യത്തിന് പിറകെ പോയാൽ മതി. ഇത് എഡ്യൂപോർട്ടിന്റെ പ്രെഡിക്ഷൻ ആണ്, പക്കാ ഷുവർ ക്വസ്റ്റ്യൻ ആണ്. മക്കളെ നോക്കിക്കോ, നിങ്ങൾ എന്തായാലും ഒന്നെങ്കിൽ ഈ ഫിഗർ അല്ലെങ്കിൽ ഈ ഫിഗർ കണ്ടിരിക്കും. ഇത് നിങ്ങൾക്ക് അറിയുന്ന കാര്യം, ഇത് ഏത് കുട്ടിക്ക് അറിയുന്ന കാര്യമാണ്. പക്ഷേ ചോദ്യങ്ങൾ എന്താ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഏത് ഉപകരണമായിരിക്കും എന്നായിരിക്കും ചോദ്യം. അപ്പോൾ നിങ്ങൾ തെറ്റിക്കരുത്. AC ജനറേറ്റർ ആര്, DC ജനറേറ്റർ ആര്, നിങ്ങൾ ഒരു കാരണവശാലും തെറ്റിക്കരുത്. അപ്പോൾ ഇവിടെ എന്താ മനസ്സിലാക്കേണ്ടത്? നമ്മൾ ആ റിങ്ങിലോട്ടാണ് നോക്കേണ്ടത്. നമ്മൾ ഈ കാണുന്ന റിങ്ങിലോട്ടാണ് നോക്കേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്, 2 തരം റിങ്ങുകളുണ്ട്. ഒന്നെന്താണ് നടുമുറിയാത്ത സ്ലിപ്പ് റിങ്ങും, ഒന്ന് നടുമുറിഞ്ഞ സ്പ്ലിറ്റ് റിങ്ങും. അപ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ട കാര്യം എന്താ അറിയോ? ആലോചിക്കേണ്ട കാര്യം, ഒരാളെ നടു മുറിഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ ഇയാളാണ് സ്പ്ലിറ്റ് അല്ലേ, മറ്റാളെ പേരെന്താണ്? സ്ലിപ്പ്. ഇനി ആരാണ് AC, ആരാ DC? കൺഫ്യൂസ്ഡ് ആവണ്ട, ഇത്ര ആലോചിച്ചാൽ മതി. എന്താ അറിയോ, AC എന്ന് പറഞ്ഞ ആൾ എന്താണ്? AC മാരീഡാ. AC കല്യാണം കഴിച്ചതാ. മാരീഡ് ആയതുകൊണ്ട് തന്നെ എന്താണ്, അദ്ദേഹത്തിൻ്റെ റിങ് എന്താണ്? ഫുൾ ആയിട്ടുണ്ട്, റിങ് അതേപോലെ ഉണ്ട്. എന്നാൽ DC എന്താ അറിയോ? DC എന്തോ ഒരു കാരണവശാൽ ഡൈവോഴ്സ് ആയിപ്പോയി. ഡൈവോഴ്സ് ആയ എന്താ, ആ റിങ് മുറിച്ചു, എന്തോ ഒരു ദേഷ്യത്തിൽ മുറിച്ച് കളഞ്ഞു. ഇത്ര ആലോചിച്ചാൽ മതി. ഈ കോഡ് ആലോചിച്ചാൽ ഒരു കാരണവശാലും തെറ്റിക്കില്ല. അപ്പം നടുമുറിഞ്ഞ റിങ് ആണോ? ദാറ്റ് ഈസ് സ്പ്ലിറ്റ് റിങ്. അതാർക്കാണ്ടാവുക? DC ജനറേറ്ററിനാണ് കേട്ടോ, DC ജനറേറ്റർ. അപ്പോൾ മക്കളെ ചോദ്യം പറ, ഇത് ഏത് ഡിവൈസാ? റിങ് നോക്കുക, റിങ് നോക്കി നിങ്ങൾക്ക് ഒറ്റയടിക്ക് മനസ്സിലാക്കാൻ പറ്റും അത് AC ജനറേറ്ററാണ് കേട്ടോ. സോ ഇതിൽ ഉത്തരം ഏതാണ്? AC ജനറേറ്ററാണ്. അടുത്ത ചോദ്യം, എന്താണ് അതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ? ഒരു കാരണവശാലും നിങ്ങൾ തെറ്റിക്കരുത്. തേർഡ് ചാപ്റ്ററിന്റെ പേര് ആലോചിക്കുക. കാരണം ജനറേറ്റർ ഏതാ? ജനറേറ്റർ 3-ാം പാഠത്തിലല്ലേ? 3-ാം പാഠത്തിന്റെ പേരെന്താ? ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ. മലയാളത്തിലാണെങ്കിൽ വൈദ്യുതകാന്തിക പ്രേരണം. അപ്പോൾ വർക്കിംഗ് പ്രിൻസിപ്പിൾ ചോദിച്ചാൽ, പ്രവർത്തനത്വം ചോദിച്ചാൽ 3-ാം ചാപ്റ്ററിന്റെ പേര് എഴുതി വെച്ചാൽ മതി. ആൻഡ് അടുത്തത്, എന്താണ് അതിന്റെ പാർട്സുകൾ ഏതൊക്കെയാണെന്ന് ലേബൽ ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ഇതേപോലെ ABCD ഇട്ട് കഴിഞ്ഞാൽ തെറ്റിക്കരുത്. ഇത് നടുമുറിയാത്ത റിങ് അല്ലേ, അതുകൊണ്ട് ഇയാൾ സ്ലിപ്പ് റിങ് ആണ്. ആൻഡ് കമ്മ്യൂട്ടേറ്റേഴ്സ് എഴുതിയാൽ അത്രയും നല്ലത്. ആൻഡ് B എന്താ അറിയോ? ഈ സൈഡിലുള്ളതാണ് ബ്രഷ്. ഇതൊക്കെ എല്ലാവർക്കും അറിയാത്ത ഒരു കുട്ടി പോലും ഇല്ല എന്ന് എനിക്കറിയാം. ആൻഡ് C എന്ന് പറഞ്ഞാൽ അതിനെ മാഗ്നറ്റ് എന്നോ അല്ലെങ്കിൽ നോർത്ത് NS എന്നൊക്കെ എഴുതിക്കോ. NS എന്നൊക്കെ എഴുതിയാൽ നിങ്ങൾക്ക് മാർക്ക് തരാറുണ്ട്. പക്ഷെ മാഗ്നറ്റ് എന്ന് എഴുതിയാൽ കുറച്ചുകൂടി നല്ല മാർക്ക് കിട്ടും കേട്ടോ. ആൻഡ് അടുത്തത്, ഈ കാണുന്ന ഈ സംഭവം, ഈ മെറ്റലിന്റെ സംഭവം, അതാണ് ആർമേച്ചർ. അറിയാലോ, ആർമേച്ചർ കോയിൽ എന്ന് എഴുതിയാൽ ഫുൾ നെയിമായി. ആൻഡ് പാർട്സ് ലേബൽ ചെയ്യാൻ പഠിച്ചു. ആൻഡ് അടുത്തത് നിങ്ങൾ പഠിക്കേണ്ടത് അതിന്റെ എനർജി ചേഞ്ചാ, ഊർജ്ജമാറ്റം. അതറിയാത്ത കുട്ടി ഇല്ലെന്ന് തന്നെയാണ് വിശ്വാസം. ഇത് ജനറേറ്ററാ, കറണ്ട് ഉൽപ്പാദിപ്പിക്കുന്ന ആളാ. അപ്പോൾ എന്തായിരിക്കും? മെക്കാനിക്കൽ എനർജി, അതായത് യാന്ത്രികോർജ്ജത്തെ എന്താക്കുന്നു? വൈദ്യുതോർജ്ജാക്കി മാറ്റുന്നു. ഇതാണ് അവിടുത്തെ ഊർജ്ജമാറ്റം അല്ലെങ്കിൽ ഊർജ്ജമാറ്റം അല്ലെങ്കിൽ എനർജി ചേഞ്ച്. ഇനി ഇതിൻ്റെ അതേ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇതാരാ? കണ്ടാൽ തന്നെ അറിയാം, ഇത് DC ജനറേറ്റർ എന്ന് കണ്ടാൽ അറിയാം. സെയിം ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എഴുതാൻ പറ്റുമല്ലോ. ബാക്കി ഓപ്ഷൻസ് എല്ലാം സെയിം ആണ്, ആകെ ഈ ഡിവൈസ് മാത്രമേ മാറുന്നുള്ളൂ. ആൻഡ് ഒരു ചോദ്യം കൂടി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഇതിൻ്റെ കൂടെ ബോണസ് ആയിട്ട്. മക്കളെ, ഇതുമായി ബന്ധപ്പെട്ട ഗ്രാഫുകളുണ്ട്. ഗ്രാഫ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്, പ്രത്യേകിച്ച് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. നോക്കുക, ഇവിടെ ഗ്രാഫിൻ്റെ കേസിൽ നമുക്ക് ഇതുപോലെ ഗ്രാഫുകൾ തരും. കണ്ടോ, ഇതേപോലെ ഗ്രാഫുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ട്. നമ്മളോട് ചോദിക്കുക, ഇത് ഏത് തരം കറണ്ടിൻ്റെ ഗ്രാഫാണ്, ആൻഡ് ആ ഒരു ഉപകരണം ഏതാണെന്ന രീതിയിൽ നമ്മളോട് ചോദിക്കുക. ആൻഡ് നിങ്ങൾ നോക്കിക്കേ, ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് 3 ടൈപ്പ് ഗ്രാഫ് കാണാം. ഇതിൽ ഒന്നാമത്തെ ഗ്രാഫ് നോക്ക്. ഇതിൽ EMF കൂടുന്നുണ്ടോ കുറയുന്നുണ്ടോ? ഇല്ല, കൂടുന്നുമില്ല കുറയുന്നുമില്ല അല്ലേ. EMF ഇങ്ങനെ പോസിറ്റീവായിട്ട് തന്നെ തുടരുന്നു. അപ്പോൾ നമുക്ക് ഉറപ്പിക്കാം ഇയാൾ DC ആണെന്ന് ഉറപ്പിക്കാം. അപ്പോൾ അത് DC ആണ്. കാരണം എന്താ? അത് ഉറപ്പാണ്, പോസിറ്റീവാണ്. അത് നെഗറ്റീവിലോട്ട് പോകുന്നുണ്ടോ? ഇല്ല. ഇതേപോലെ വേറെ ആരെങ്കിലും ഉണ്ടോ? ഇതാ ഈ കാണുന്ന ആൾ നോക്ക്, ഇയാൾ പോസിറ്റീവ് മാത്രമല്ലേ, തുടരുന്നത്, നെഗറ്റീവിലോട്ട് പോയോ? ഇല്ല. അപ്പം അയാൾ എന്താണ്? DC ആണ്. ഇനി അതാണ് അടുത്ത ചോദ്യം, ഇവിടുത്തെ ഉപകരണം ഏതെന്നാ ചോദിച്ചത്? ഉപകരണം, ഡിവൈസസ് ഏതാന്ന് ചോദിച്ചത്. അപ്പോൾ നമുക്കറിയാം ഇതാരായിരിക്കും? ഇത് ബാറ്ററി തരുന്നതാ. ഇത് ബാറ്ററി, അതായത് നമുക്കറിയില്ല, ബാറ്ററി ഇതേപോലെ ബാറ്ററിയിലെ സെല്ല് തരുന്നതാ. അപ്പോൾ അയാൾ ആരാ? അത് ജനറേറ്റർ തരുന്ന കേട്ടോ. അത് ജനറേറ്റർ, DC ജനറേറ്റർ തരുന്നതാ. ആൻഡ് AC എന്ന് പറഞ്ഞാൽ എന്താ? ആൾട്ടർനേറ്റിംഗ് കറണ്ട്, വ്യതിചലിക്കുന്ന കറണ്ട് അല്ലേ, പോസിറ്റീവ് നെഗറ്റീവായി കളിക്കുന്നുണ്ട്. അപ്പോൾ ഇയാൾ ആരാണ്? AC ആണ്. അത് തരുന്ന ആരാ? AC ജനറേറ്റർ ആണ്. സെറ്റ് അല്ലേ? ക്ലിയർ അല്ലേ? അപ്പോൾ ദാറ്റ്സ് ഇറ്റ്. ഈ ക്വസ്റ്റ്യൻസ് പഠിച്ചിട്ട് ശേഷം മാത്രം നിങ്ങൾ കാണാം. ഇതിൻ്റെ നോട്ട് കിട്ടാൻ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക. രാത്രി 7 മണി ലൈവ് മറക്കണ്ട. പക്കാ പ്രഡിക്ഷൻ ആയിരിക്കും. ബൈ.